നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തും പട്ടാമ്പി ഓങ്ങല്ലൂരിലും ആരാധനാലയങ്ങളിൽ മോഷണം. കുന്നംകുളം കക്കാട് സെന്റ് ഗ്രിഗോറിയസ് ചാപ്പലിൽ നിന്ന് പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതിയൻ കാവിൽ നിന്ന് മോഷ്ടിച്ചത് 5000 രൂപ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായെന്ന് പരാതി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. പാലക്കാട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തനങ്ങളിൽ സംയോജിതമായി ഇടപെട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ആദരം. ഔദ്യോഗിക വാഹനമില്ലാതെ ഒറ്റപ്പാലം സബ് RT ഓഫീസ് പ്രതിസന്ധിയിൽ. ആകെയുള്ള വാഹനം കാലപരിധി പിന്നിട്ടതോടെ കട്ടപ്പുറത്ത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സ്വന്തം വാഹനത്തിലോ വാഹനം വാടകയ്ക്കെടുത്തോ പോകേണ്ട അവസ്ഥയിൽ ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള വാഹന പരിശോധനയും അവതാളത്തിൽ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് വീണ്ടും ആരാധനാലയത്തിൽ മോഷണം. പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു. കുന്നംകുളം കക്കാട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചാപ്പലിലാണ് മോഷണം നടന്നത്. ചാപ്പലിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറയും കവർന്നു. രാവിലെ 6 മണിക്ക് സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിയിക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. തുടർന്ന് ചാപ്പലിന്റെ ഭാരവാഹികൾ പോലീസിൽ വിവരമറിയിച്ചു. എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ 3000 രൂപയോളം സംഖ്യ നഷ്ടപ്പെടാനാണ് സാധ്യതയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ വികാരി ഫാദർ ഗീവർഗീസ് വിൽസൺ, സെക്രട്ടറി ബിജു ചെറിയാൻ, ട്രസ്റ്റി ഗിൽബർട്ട് S. പാറമേൽ എന്നിവർ ചേർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ താളി ശ്രീ മഹാഗണപതിയൻ കാവിൽ മോഷണം. 5000 രൂപയോളം നഷ്ടപ്പെട്ടു. പട്ടാമ്പി പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ കഴകക്കാരൻ എത്തിയപ്പോഴാണ് ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതിയൻ ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. പ്രധാന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. ഇവിടുത്തെ 2 ഭണ്ഡാരങ്ങളും നാഗക്ഷേത്രം, അയ്യപ്പൻ ക്ഷേത്രം എന്നിവയ്ക്ക് മുന്നിലെ ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്താണ് പണം അപഹരിക്കുന്നത്. പൂട്ട് പൊളിക്കാനുള്ള ആയുധങ്ങൾ സമീപത്ത് കിടപ്പുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടർ ഓഫീസിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട്. വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലും മേശവലിപ്പ് തുറന്ന നിലയിലുമായിരുന്നു. 4 ഭണ്ഡാരങ്ങളിലായി ഏകദേശം 5000-ഓളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി ട്രസ്റ്റി ബോർഡ് അംഗം ഗണപതി പറഞ്ഞു. രാവിലെ 5:30 മണിക്ക് കഴകക്കാരൻ വാരിട്ട് വന്നപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. ഞാനത് കണക്കാക്കിയിട്ട് അപ്പോൾ 6 മണിയാകുമ്പോൾ വന്നു. അപ്പോൾ അകത്തെ 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും പുറത്ത് 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതായിട്ട് കണ്ടു. ഞാനും ക്ലർക്കും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്തു. അവർ പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് 2 ആൾ വന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി SIയും സംഘവും പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി TK രാമനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന BSNLനെ തകർത്തത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യ കുത്തകവൽക്കരണ നയമാണ്. BSNLനെ തകർത്ത സ്വകാര്യ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള താരിഫ് വർധനയിൽ നഷ്ടം സംഭവിക്കുന്നത് പൊതുജനത്തിനാണെന്ന് TK രാമനാരായണൻ ചൂണ്ടിക്കാട്ടി. BSNLനെ സംരക്ഷിക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ ശമ്പള, അഡ്മിനിസ്ട്രേഷൻ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് H. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. K. നടരാജൻ, MP. കൃഷ്ണദാസ്, ലോഹിതാക്ഷൻ, വേലായുധൻ, അശോക്, രാമകൃഷ്ണൻ, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിംഗ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചതായി പരാതി. മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിന്റെ ഭാഗമായി 6ഓളം +1 വിദ്യാർത്ഥികൾ ചേർന്ന് വരവൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടിയുടെ രക്ഷിതാക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കഴുത്തിന് പിൻഭാഗത്തായി സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ജൂലൈ 1-ാം തീയതിയാണ് തന്നെയും കൂട്ടുകാരനെയും സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആക്രമിച്ചതെന്നും
തുടർന്ന് അധ്യാപകർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ഈ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയതായും മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി പറഞ്ഞു. കൂടാതെ തന്നോട് സ്കൂളിൽ നിന്ന് TC വാങ്ങിപ്പോകാനായി പ്രിൻസിപ്പൽ അറിയിച്ചതായും വിദ്യാർത്ഥി പറഞ്ഞു. ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പിന്നെ അതിന് HMന്റെ അടുത്ത് പറഞ്ഞപ്പോൾ HM ഒന്നും പ്രതികരിച്ചില്ല. പിന്നെ ഈ അടുത്ത് 1-ാം തീയതി പിന്നെയും അതിന് പുറമെ അടിക്കുകയും ഭീഷണി ഇൻ്റർനെറ്റിലൂടെ അയക്കുകയും ചെയ്ത് 1-ാം തീയതി തിങ്കളാഴ്ച അടിച്ച് കഴുത്തിൻ്റെ എല്ലൊക്കെ പൊട്ടിച്ചടച്ചു. എന്നിട്ടും സാറുമാരും ടീച്ചർമാരും കൂടി ഇന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. അവരൊരു പ്രതികരിച്ചില്ല. ബാക്കിയുള്ളവരോട് എല്ലാവരോടും സ്കൂളിലേക്ക് വരാനും എന്നോടും പിന്നെ എൻ്റെ കൂട്ടുകാരനോടും സ്കൂളിലേക്ക് വരണ്ട, അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നിട്ട് അവനടി കൊണ്ടു. എന്നിട്ട് അവനോട് എന്നോട് സ്കൂളിലേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു. സ്കൂൾ അധികൃതരും പോലീസിനും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും എടുത്തില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. TC വാങ്ങിപ്പോകാൻ പറഞ്ഞെന്നത് അടിസ്ഥാനവിരുദ്ധമാണെന്നും വിദ്യാർത്ഥിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതായും പ്രിൻസിപ്പൽ പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി. ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അടിപിടി ഉണ്ടായപ്പോൾ മാഷുമാർ പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു. ശേഷം അവിടെ അതിൽ പങ്കുണ്ട എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ വന്ന പേരൻസ്, എല്ലാ കുട്ടികളുടെയും പേരൻസ് ഇവിടെ TCക്ക് റിക്വസ്റ്റ് എഴുതി വെച്ചിട്ടാണ് പോയത്. കേട്ടപ്പം അവരുടെ മക്കൾക്ക് സുരക്ഷ വേണമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഞങ്ങളുടെ മക്കളെ TC വാങ്ങി വേറെ സ്കൂളിൽ കൊണ്ടുപോയിക്കോളാം, ഏത് സ്കൂളിലേക്ക് TC വേണമെന്നുള്ള കാര്യം അടുത്ത ദിവസം വന്ന് ഞങ്ങൾ പറയാം, TCയും കൈപ്പറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. ഇല്ല. എന്നാൽ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി KSU പ്രവർത്തകനാണെന്നും SFI വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിനാലാണ് സ്കൂൾ അധികൃതർ നടപടിയെടുക്കാത്തത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി ആക്രമിക്കുന്നു പറഞ്ഞ കുട്ടിയെ 1-ാം തീയതി ആ വിദ്യാർത്ഥി സ്കൂളിൽ പോയ സമയത്ത് സ്കൂളിൽ വെച്ച് 6ഓളം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് വളരെ മൃഗീയമായ രീതിയിൽ ആ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചു. ഈ വിവരം ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാരറിഞ്ഞ് നമ്മളെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളെ വിവരം അറിയിച്ചപ്പോൾ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് നമ്മൾ പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന്. എന്നാൽ സമീപത്തുള്ള ചെറുതുരുത്തി പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈ കുട്ടിയും കൊണ്ട് ആ കുടുംബാംഗങ്ങൾ ചെന്നപ്പോൾ അവിടെ പ്രാദേശികമായ CPM DYFIക്കാർ ചെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യരുതെന്നും ഈ കുട്ടിക്ക് ചികിത്സ കൊടുക്കരുതെന്നും പറഞ്ഞു. തുടർന്ന് ഇവർ ഇവിടെ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോയി, വടക്കാഞ്ചേരിയാണ് ആ കുട്ടി ചികിത്സ തേടിയത്. നമുക്ക് കണ്ടു നിൽക്കാനോ നോക്കി നിൽക്കാനോ കഴിയില്ല. ഇതിലൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി, വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വേണ്ടി നിയമസഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആനപ്പാപ്പാന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. പുതുശ്ശേരി സ്വദേശി 29 വയസ്സുള്ള രാധാകൃഷ്ണനാണ് പരിക്കേറ്റത്. കാണിപ്പയ്യൂർ സ്വദേശി പാട്ടത്തിനടുത്ത നാണുഎഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ അനീഷാണ് ആക്രമണം അഴിച്ചുവിട്ടത്. പുതുശ്ശേരി സ്വദേശി കുറുപ്പത്താട്ടിൽ വീട്ടിൽ 29 വയസ്സുള്ള രാധാകൃഷ്ണനാണ് പാപ്പാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 7:30 കാണിപ്പയ്യൂർ മേഖലയിൽ ആനയെ വഴി നടത്തുന്നതിനിടെയാണ് സംഭവം. ആനയെ പാപ്പാൻ അനീഷ് തോട്ടി ഉപയോഗിച്ച് ക്രൂരമായി ഉപദ്രവിക്കുന്നത് സ്കൂട്ടറിൽ ആനയ്ക്ക് പിന്നിൽ സഞ്ചരിച്ചിരുന്ന രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണമുണ്ടായത്. ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കൊളുത്തുള്ള തോട്ടി ഉപയോഗിച്ച് രാധാകൃഷ്ണൻ്റെ നെറ്റിയിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ആനയെക്കൊണ്ട് അനീഷ് കയ്യിൽ ചവിട്ടിച്ചതായും രാധാകൃഷ്ണൻ പറയുന്നു. അപ്പോൾ ഈ ആനയ്ക്ക് ഒറ്റക്കണ്ണ കാണുള്ളൂ, നീ എന്താ കാണിക്കണോ വെച്ചിട്ട് അവ ആനേനോട് ചവിട്ടിക്കാൻ നോക്കി. എന്നിട്ട് ഒറ്റ തോറ്റുകൊണ്ട് ഒറ്റ വലിയ കൈനെ കൊണ്ട് ചവിട്ടി ആനേനെ കൊണ്ട് കൈ നല്ല വേദന എടുക്കും. നല്ല വേദന.
നെറ്റിയിൽ ഗുരുതര പരിക്കേറ്റ രാധാകൃഷ്ണനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ നിലയിൽ. കൊട്ടക്കുന്ന് ചേറുംപാല നഗരിപുരം റോഡിൽ കൊട്ടക്കുന്ന് കോറിക്ക് സമീപമാണ് ചാക്കുകളിലായി മാലിന്യം തള്ളിയിരിക്കുന്നത്. നിരവധി പ്ലാസ്റ്റിക് ചാക്കുകളിലായി പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് അവശിഷ്ടങ്ങളും കുത്തിനിറച്ച മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. രാത്രിയുടെ മറവിലാണ് ലോറികളിലെത്തി മാലിന്യം തള്ളിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മാലിന്യം നിക്ഷേപിച്ചവരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല. ദിനംപ്രതി സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധമെത്താനുള്ള സാധ്യതയുമേറെയാണ്. കൂടാതെ പകർച്ചവ്യാധി രോഗങ്ങളും പടരാനുള്ള സാധ്യതയുമുണ്ട്. സംഭവമറിഞ്ഞ് സമീപത്തെ ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി. ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ കുറച്ച് നാളുകളായിട്ട് മാലിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം യാത്രക്കാരും കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളൊക്കെ ഈ വഴിക്ക് പോകുന്നതാണ്. മാത്രമല്ല ഈ പരിസരത്ത് ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കുകയാണ്. KC ഫ്രണ്ട്സ് ക്ലബ് ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥനും ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ജീവനക്കാരും സ്ഥലത്തെത്തി. മാലിന്യം നിക്ഷേപിച്ചവരെ പിടികൂടാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ക്ലബ് അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി. എന്തായാലും രാത്രിയുടെ മറവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. ഇവിടെ പ്രദേശവാസികളോട് ഇതിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മാലിന്യം തട്ടിയ ആളുകളെ കണ്ടുപിടിക്കാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയാണ്. മങ്കര പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. CCTV അടക്കം പരിശോധിക്കാനുള്ള ശ്രമവും നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം സബ് RTO ഓഫീസ് ഔദ്യോഗിക വാഹനമില്ലാതെ പ്രതിസന്ധിയിൽ. ആകെയുള്ള വാഹനം കാലപരിധി പിന്നിട്ട് കട്ടപ്പുറത്തായതോടെയാണ് ഓഫീസ് പ്രവർത്തനം പ്രതിസന്ധിയിലായത്. 15 വർഷം പിന്നിട്ടതോടെയാണ് വാഹനം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയായത്. കേന്ദ്ര സർക്കാരിൻ്റെ പൊളിക്കൽ നയപ്രകാരം 15 വർഷം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങളുടെ RC പുതുക്കാനാകില്ല. പരിവാഹൻ വെബ്സൈറ്റിൽ ഇത്തരം വാഹനങ്ങളുടെ RC റദ്ദാക്കിയതായാണ് കാണിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റും പുതിയ വാഹനങ്ങളുടെ പരിശോധനയും ഉൾപ്പെടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെല്ലാം സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാഹനമെടുത്തോ പോകേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ മാസമാണ് ഒറ്റപ്പാലം സബ് RTO ഓഫീസിലെ വാഹനത്തിന്റെ പഴക്കം 15 വർഷം പിന്നിട്ടത്. ഇതോടെ വാഹനം നിരത്തിൽ ഇറക്കാനാകാതെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടു. കാര്യമായ കേടുപാടുകളില്ലാത്ത വാഹനമാണ് ഉപയോഗിക്കാനാകാതെ കിടക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള വാഹന പരിശോധനയും പ്രതിസന്ധിയിലായി. സ്വകാര്യ വാഹനത്തിൽ പോയി പരിശോധന നടത്താനാകില്ല. പാലക്കാട് RTOയെ മുൻകൂട്ടി അറിയിച്ച് വാഹനമെത്തിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അപകടത്തിൽ തകർന്ന വാഹനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്താനും വാഹനമില്ലാത്ത സാഹചര്യമാണ് ഇവിടെ. പുതിയ വാഹനം അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നേരത്തെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിരുന്നെങ്കിലും ഇപ്പോഴും വാഹനം ലഭ്യമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 10 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ പരുത്തിപ്പുള്ളി കുത്തലക്കാട് കാളികാവ് റോഡിലെ കുഴികൾ അടച്ചു. STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ താൽക്കാലിക നടപടി സ്വീകരിച്ചത്. 10 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന പരുത്തിപ്പുള്ളി കുത്തലക്കാട് കാളികാവ് റൂട്ടിൽ താൽക്കാലികമായി കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. 15 വർഷം മുൻപ് ടാറിംഗ് നടത്തിയ റോഡ് യാത്രായോഗ്യമല്ലെന്ന് കാണിച്ച് STV നൽകിയ വാർത്തയെ തുടർന്നാണ് 3-ാം വാർഡ് അംഗം ER രാമദാസിന്റെ നേതൃത്വത്തിൽ കോറി വേസ്റ്റും മെച്ചിലും നിർത്തി താൽക്കാലികമായി കുഴിയടച്ചത്. ഇതുവഴിയുള്ള യാത്രാ ദുരിതം പരിഗണിച്ചാണ് താൽക്കാലികമായുള്ള കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയതെന്നും 2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് റീടാറിംഗ് നടത്താൻ PP സുമോദ് MLAയുടെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഉറപ്പു തന്നതായും പഞ്ചായത്ത് അംഗം ER രാമദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. തൊഴിലാളികൾ നടത്തിയ ധർണ INTUC പാലക്കാട് ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സുവരെ ജോലി ചെയ്യാമെന്നിരിക്കെ 60 വയസ്സ് തികഞ്ഞവരോട് പിരിഞ്ഞുപോകാൻ പറയുന്ന നടപടിയെ ന്യായീകരിക്കാനാകില്ലെന്ന് SK അനന്തകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. മിനിമം വേതനമായ 755 രൂപ നടപ്പിലാക്കുക, അരിയേഴ്സ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു. മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് HR തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തിയത്. മറുപടി പറയണം.
അങ്ങനെ നിങ്ങൾ 30 വർഷം പിടിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഒരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് വരണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല. അവർക്ക് വേണ്ടായെന്നുണ്ടെങ്കിൽ 70 വയസ്സ് വരെ ചെയ്യാനാണ് നിങ്ങൾക്ക് ഒരു ഓർഡർ ഉള്ളത്. മിനിമം വേജസ് കൊടുക്കുന്നത് 750 റുപ്യ വെച്ചും. പക്ഷേ ഒരു കാര്യമുണ്ട്. മണ്ഡലം പ്രസിഡന്റ് എ ഷിജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വാസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MC സജീവൻ, KK വേലായുധൻ, മലമ്പുഴ മണ്ഡലം സെക്രട്ടറി നാച്ചിമുത്തു, C വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത, ലീല, ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തനത്തിൽ സംയോജിതമായി ഇടപെട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു. ഡിവിഷൻ തല സുരക്ഷാവലോകന യോഗവും ഇതിനോടനുബന്ധിച്ച് നടന്നു. KSEBയുടെ സ്കൂൾ തല സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് അപകട രക്ഷാപ്രവർത്തനത്തിൽ സമയോചിതമായി ഇടപെടൽ നടത്തി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പത്തിരിപ്പാല പേരൂർ ASB സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക് സ്കൂൾ തല ക്ലാസുകൾ നടത്തി വിദ്യാർത്ഥികളെ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ P പ്രേമകുമാരൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ റജുല, സെൽവരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ K പ്രേമകുമാരൻ, അനീഷ്, ജലീൽ, വിവിധ സംഘടനാ പ്രതിനിധികളായ P നിത്യ, V മുരുകൻ, MC ആനന്ദൻ, ജനാർദ്ദനൻ, P പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ആ കുട്ടിയുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടിലേക്ക് കിട്ടുക. അതേപോലെ തന്നെ ഈ നിരീക്ഷണ പാഠം എന്ന് പറഞ്ഞത് നമ്മളുടെ ദൈവം കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് അപകടത്തിനെയും തരണം ചെയ്യുന്നതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ മതി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. സഹകരണ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് ഇടത്തട്ടുകാരുടെ ചൂഷണമില്ലാതെ അവർക്ക് മികച്ച സേവനം പ്രദാനം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ സഹകരണ മേഖല. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി അധ്യക്ഷയായി. ബാങ്ക് സെക്രട്ടറി M മോഹൻകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി M സുബ്രഹ്മണ്യൻ നന്ദി പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് മേജർ K രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡയറക്ടർമാരായ P നാരായണൻ, A സീന, K ശങ്കരനാരായണൻ, K വിനോദ്, MG ലത, KP ഹരികൃഷ്ണൻ, രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തും പട്ടാമ്പി ഓങ്ങല്ലൂരിലും ആരാധനാലയങ്ങളിൽ മോഷണം. കുന്നംകുളം കക്കാട് സെന്റ് ഗ്രിഗോറിയസ് ചാപ്പലിൽ നിന്ന് പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതിയൻകാവിൽ നിന്ന് മോഷ്ടിച്ചത് 5000 രൂപ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായെന്ന് പരാതി. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. പാലക്കാട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തനങ്ങളിൽ സംയോജിതമായി ഇടപെട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ആദരം. ഔദ്യോഗിക വാഹനമില്ലാതെ ഒറ്റപ്പാലം സബ് RT ഓഫീസ് പ്രതിസന്ധിയിൽ. ആകെയുള്ള വാഹനം കാലപരിധി പിന്നിട്ടതോടെ കട്ടപ്പുറത്ത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സ്വന്തം വാഹനത്തിലോ വാഹനം വാടകയ്ക്കെടുത്തോ പോകേണ്ട അവസ്ഥയിൽ ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള വാഹന പരിശോധനയും അവതാളത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.